ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ പ്രധാനപ്പെട്ട വീഡിയോ ആണ്, പർപ്പസ് ഓഫ് ലൈഫ്. ഇനി ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന പല കാര്യങ്ങളും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്നോട് വിപരീത അഭിപ്രായം ഉണ്ടാവാം. സാരമില്ല, നിങ്ങൾ ചെയ്തതൊക്കെ തെറ്റായിരുന്നോ എന്ന് തോന്നാം. ഇനി വേറെ ചില ആൾക്കാർ എന്തുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടും, അതായത് ഫിസിക്കലി ഹാർഡ് വർക്ക് ചെയ്തിട്ടും ലൈഫിൽ എന്തുകൊണ്ട് കരിയറിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നില്ല അല്ലെങ്കിൽ രക്ഷപ്പെടുന്നില്ല എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ടും നിങ്ങളതിനെ മാറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് നിങ്ങളെ അവസാനിപ്പിച്ചിട്ട് അടങ്ങും എന്നുള്ളത്. അപ്പോൾ പർപ്പസ് ഓഫ് ലൈഫ് ഞാൻ ഈ പറയുന്നത് വളരെ റിലാക്സ്ഡ് ആയിട്ട് ശാന്തമായിട്ട് വേണം കേൾക്കാൻ. കാരണം ഞാൻ ഇതിനകത്ത് ഒരുപാട് ലെയേഴ്സ് പറയും. അപ്പോൾ ആ ഒരുപാട് ലെയേഴ്സ് വളരെ കലുഷിതമായിട്ടുള്ള ഒരു മനസ്സുകൊണ്ട് കേൾക്കാനിരുന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മളിത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും. നിങ്ങൾ ഇനിയെങ്കിലും സമയം കളയാതിരിക്കുക. കാരണം ഞാനിത് പറയുമ്പോൾ എല്ലാം എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതല്ല എന്നുള്ളതാണ് റിയാലിറ്റി. അതുതന്നെയാണ് ഈ ഭൂമിയിലേക്ക് വന്നേക്കുന്ന ഓരോ വ്യക്തികൾക്കും ഓരോ പർപ്പസ് ഉണ്ട്, ഓരോ ഉദ്ദേശമുണ്ട്. അപ്പോൾ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ അതിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കേണ്ടി വരും. ഒന്ന്, നിങ്ങൾ എന്താ പറയുന്നത്, എല്ലാ ദിവസവും ചെയ്യേണ്ട ചില കടമകളുണ്ട്. രണ്ട്, നിങ്ങൾ ഈ പ്രപഞ്ചത്തിലേക്ക് നൽകേണ്ടതുണ്ട്. മനസ്സിലായില്ലേ? അതല്ല നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കരിയർ വൈസ് പ്രൊഫഷണലി ഉയരത്തില്ല. അറ്റ് ദ സെയിം ടൈം ലൈഫിലും യാതൊരു രീതിയിലുള്ള പ്രോഗ്രസ്സോ പുരോഗതിയോ ഉണ്ടാവില്ല. അതായത് നമ്മളുടെ ഒരു സിസ്റ്റം എങ്ങനെയാണ് ഫ്രെയിം ചെയ്തേക്കുന്നതെന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാനെന്നല്ല, ലോകത്ത് ഏത് വീഡിയോ ചെയ്താലും അതിൽ സെലക്റ്റഡ് പീപ്പിൾ മാത്രമേ ഈ ലൈഫ് ടൈമിൽ രക്ഷപ്പെടത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെൻസ് മുഴുവൻ മനസ്സിലാക്കി രക്ഷപ്പെടുകയുള്ളൂ. ഇതാണ് റിയാലിറ്റി. ബാക്കി കുറച്ച് ആൾക്കാർ ഇത് കേട്ടുവിടും, ചില ആൾക്കാർ ഇത് കേൾക്കും, താല്പര്യം ഉണ്ടാവും. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള തീരുമാനങ്ങളിലേക്കോ ആക്ഷനിലേക്കോ അവർ കടക്കില്ല. ഇതാണ് പരമമായ സത്യം. ഇത് അറിയാവുന്നത് കൊണ്ട് തന്നെ നമ്മളെക്കാൾ ഒരുപാട് ബുദ്ധിയുള്ള ഒരുപാട് ആൾക്കാർ മുൻ തലമുറകളിൽ ജനിച്ചതുകൊണ്ട് അവർ ഈ ലോകത്തിലേക്ക് ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചു. ആ സിസ്റ്റം അനുസരിച്ചാണ് ഇന്നും നമ്മുടെ ലോകം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിസ്റ്റത്തിൽ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ഒരു ഹയറാർക്കി ഉണ്ടാവും, ഒരു മീഡിയോക്കർ ഉണ്ടാവും, തീരെ താഴ്ന്ന ആൾക്കാരും ഉണ്ടാവും. റൂറൽ പീപ്പിൾ എന്നൊക്കെ പറയാം. റൂറൽ എന്ന് പറയണ്ട, പാവപ്പെട്ടവരെന്ന് വേണം പറയാം. ഇനി ഇതിനകത്ത് തന്നെ കണ്ടില്ലേ, ഇപ്പം ഇത് ഞാൻ ഈ എനിക്ക് തന്നെ അറിയാം, ഈ വീഡിയോ ചെയ്യുമ്പോൾ കുറേ ഡിസ്ട്രാക്ഷൻസ് വരും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമതൊന്നും ജനങ്ങൾ അറിയാൻ പാടില്ല എന്നുള്ളത്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ജനങ്ങൾ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ നമ്മുടെ ചാനലിലൂടെ ഏറ്റവും കൂടുതൽ പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്നത്, സത്യം. അപ്പോൾ അതൊക്കെ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്കിതിനെ ഇപ്പോൾ കോൾ വന്നു എന്നൊക്കെ നിങ്ങൾ കണക്ക് കൂട്ടും. പക്ഷേ എനിക്കിത് സ്ഥിരം പരിപാടി ആയതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഇങ്ങനൊരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിനെ അതിനെ ഡിസ്ട്രാക്ട് ചെയ്യിക്കാൻ നമ്മളാ പറയുന്ന ഐഡിയ ഉണ്ടല്ലോ. അപ്പം നമ്മളിത് പ്രിപ്പയർ ചെയ്ത് വായിച്ച് വിടുവല്ലോ. അപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും നല്ല പോയിന്റ് വരുമ്പോഴായിരിക്കും ഇങ്ങനെ എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻ വന്ന് നമ്മളതങ്ങ് വിട്ടുപോകും. പിന്നെ അത് പറയിപ്പിക്കത്തില്ല എന്നുള്ള ഒരു കർമ്മക്കളിയുണ്ട്. കർമ്മക്കളി എന്ന് പറഞ്ഞ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, എന്താണെന്ന് കണ്ടു നോക്കിക്കോ. അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ എന്നാന്ന് വെച്ചാൽ നിങ്ങളോട് പറയേണ്ട ഐഡിയ കൺവേ ആക്കാൻ എനിക്കും പറ്റത്തില്ല. വെറുതെ ഒരു വീഡിയോ എടുത്ത പോലെ പോവുകയും ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ഇതൊരു മെട്രിക്സ് ആണ്. ഈ മെട്രിക്സിൽ നമുക്ക് പാവപ്പെട്ട ജനങ്ങളെ പിഴിയാൻ ഒരു കൂട്ടം ആൾക്കാർ, ആ പിഴിയുന്നതിൻ്റെ എച്ചിൽ തിന്നാൻ കുറേ പേര്, ഇനി ഇവരെ കൊണ്ടൊക്കെ കളി കളിപ്പിക്കുന്ന രാജാക്കന്മാരെന്നൊക്കെ ഞാൻ ഒരു ഇതിലങ്ങ് പറയുന്ന. അപ്പോൾ ഈ ഒരു വേൾഡ് ഓർഡർ, ഈ ഒരു സിസ്റ്റം ഒന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല. ഇത് മാറാൻ പോകുന്നില്ല.
നമ്മൾ ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നതെങ്കിലും 10-70 കൊല്ലമായില്ലേ. ഏ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ എത്രയോ നമ്മളെ പോലെ തന്നെ ആ കാലഘട്ടത്തിൽ മാറി പഴയ കാലഘട്ടത്തിലുണ്ടായിരുന്ന രാജ്യങ്ങളും ഇപ്പോഴത്തെ നമ്മുടെ പുരോഗതി ഒന്ന് ആലോചിച്ച് നോക്ക്, എത്രമാത്രം ഉണ്ട്, അതിൽ തന്നെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് സംഭവിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഇത് മനഃപൂർവ്വം ബോധപൂർവം ഇഷ്യൂസ് ഉണ്ടാവണം, ഖയോസ് ഉണ്ടാവണം. പാവപ്പെട്ടവൻ പണക്കാരനായാൽ പിന്നെ പണക്കാരന് വിലയുണ്ടോ? ഇല്ല. എല്ലാവരും സമന്മാരാകും. സോ എല്ലാവരെയും സമന്മാരാക്കില്ല, അതാക്കണ്ട. കാരണം പാവപ്പെട്ടവർ ഓൾറെഡി അതിൽ ട്യൂൺഡാണ്, ആ ഒരു പ്രോഗ്രാമിൽ ട്യൂൺഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അവരുടെ ഒരു 10 തലമുറ, ഇനിയുള്ളൊരു 10 തലമുറയെ പോലും എന്താ പറയുന്നത്, അവർ ഒരിക്കലും ഈ ഒരു സിസ്റ്റത്തിൻ്റെ പിടിവള്ളിയിൽ നിന്നും അവർ വിട്ടുപോകാൻ ന്യൂറോൺ വൈസ് അല്ലെങ്കിൽ DNA വൈസ് അല്ലെങ്കിൽ ജനറ്റിക്കലി അവർ മാറില്ല. കാരണം ഓരോരുത്തരുടെയും സിസ്റ്റത്തിലേക്കും കാലാകാലങ്ങളായിട്ട് അടിച്ചേൽപ്പിച്ച് വെച്ചേക്കുന്നൊരു സാധനം ജനറേഷൻ എത്ര കഴിഞ്ഞാലും അതിൽ നിന്ന് 1-2 ആൾക്കാർ മാത്രമായിരിക്കും ആ ജനറേഷണൽ എന്താ പറയുന്നത് ബ്ലഡ് ലൈനെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് പല കാര്യങ്ങളിലും. അത് എല്ലാവരും ചെയ്യില്ല, കാരണം അതിന് ചില്ലറ മനക്കെട്ടി പോരാ, ചില്ലറ തൊലിക്കട്ടി പോരാ, ചില്ലറ കറേജ് പോരാ. ഒരുപാട് നമ്മൾ എഫേർട്ട് എടുക്കേണ്ടി വരും ആ ഒരു നോർമൽ സിസ്റ്റത്തിൽ നിന്ന് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ അപ്ഗ്രേഡേഷൻ അത്രയും താല്പര്യമുള്ളവർക്കും അത്രയും അതിലേക്ക് ഇറങ്ങി ചെല്ലുന്നവർക്കേ നടക്കുകയുള്ളൂ. ഞാൻ സാധാരണക്കാരനാണ്, അല്ല ഞാൻ പാവപ്പെട്ടവനാണ്, എനിക്ക് എല്ലാ കാര്യങ്ങളും ചുമ്മാ കിട്ടണം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഏതെങ്കിലും ഒരു പണക്കാരന് ചുമ്മാ ഒരു സാധനം കിട്ടണമെന്ന് അവൻ ചിന്തിക്കത്തില്ല. ബിക്കോസ് പണക്കാരന് പണമുള്ളത് അവൻ്റെ ഉള്ളിലെ വാല്യൂ അനുസരിച്ചിട്ടാണ്. സോ വാല്യൂ ഉള്ളവനൊന്നും വെറുതെ വേണമെന്നില്ല. ഇവൻ അവർക്ക് വെറുതെ ആൾക്കാർ കൊടുക്കും, പക്ഷേ എനിക്ക് വെറുതെ തരാമോ എന്ന് അവൻ ചോദിക്കത്തില്ല. ബിക്കോസ് ഹി ഹാസ് എ വാല്യൂ. മനസ്സിലായില്ല? അപ്പോൾ ആ വാല്യൂ ഉള്ളവൻ ആ വാല്യൂ കീപ്പ് ചെയ്തേ ജീവിക്കുകയുള്ളൂ. അതല്ലാത്ത ആൾക്കാരാണ് എല്ലാം ഈ പറയുന്ന പോലെ കുറഞ്ഞ പൈസ കിട്ടുമോ, ചെറിയ പൈസ കിട്ടുമോ. അപ്പോൾ ആ കുറഞ്ഞ പൈസ, ചെറിയ പൈസ എന്നൊക്കെ ഉള്ളത് ആ മൈൻഡ് സെറ്റുള്ള ജനങ്ങളുടെ ആ മൈൻഡ് സെറ്റ് തന്നെ മാറാൻ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എത്ര വർഷം എടുക്കും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ അവർക്ക് വേണ്ടത് അവരുടെ പർപ്പസ് മനസ്സിലാക്കി അതിനുള്ള ആക്ഷൻ എടുക്കുക എന്നുള്ള ജനങ്ങളെ അല്ല വേണ്ടത്. അവർക്ക് വേണ്ടത് ഇതൊരു സിസ്റ്റമാണ്, ഈ സിസ്റ്റത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന വർക്കഹോളിക് ആയിട്ടുള്ള പീപ്പിളിനെ വേണം. അതിന് വേണ്ടിയിട്ട് ഒരു സിസ്റ്റം ഉണ്ടാക്കി പിള്ളേരെ സ്കൂളിൽ വിട്ട് ജോലി അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ലോകത്തുള്ള 90% ആൾക്കാരും ഈ 9 to 5 ആണ് ശരി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ലോകത്തുള്ള 90% ആൾക്കാരുടെ ഏറ്റവും ശരിയായ ഒരു ബിലീഫ് സിസ്റ്റത്തിനെ ബ്രേക്ക് ചെയ്യുന്നത്ര എളുപ്പമാണോ? ഒരിക്കലുമല്ല. നമ്മളിനി എത്ര ഉപദേശിക്കാൻ നോക്കിയാലും, നമ്മളിനി എത്ര എന്താ പറയുന്നത് ബോധവൽക്കരിക്കാൻ ശ്രമിച്ചാലും അത് വെള്ളത്തിൽ വരച്ച വര മാത്രമാണ്. അപ്പോൾ ഇപ്പം പല ആൾക്കാരും എനിക്ക് ഗവൺമെൻറ് ജോലി വേണം, അല്ലെ എനിക്ക് ഇന്ന കമ്പനി ജോലി വേണം എന്നൊക്കെ എന്നോട് വന്ന് പറയുമ്പോൾ, അതായത് അവരുടെ തലച്ചോറിൽ അവർ കണ്ടേക്കുന്നത് അതാണ് പരമമായ കാര്യങ്ങളാണ്. കാരണം ഈ ലോകത്തെ ശ്രദ്ധിക്കുന്നില്ല. മനസ്സിലായില്ല? അപ്പോൾ ലോകത്തെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ അവർ ഓക്കെ നമുക്കെന്താ ചെയ്യാൻ പറ്റുക, അവർക്ക് വേണ്ടതിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ. അല്ലാണ്ട് വേറെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അല്ലാണ്ട് നിങ്ങൾ അത് ചെയ്യില്ല, നിങ്ങൾ നിങ്ങളുടെ പർപ്പസ് കണ്ടുപിടിക്കുക, നിങ്ങളുടെ പർപ്പസ് നിങ്ങളെ ഉയർത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ആട്ടിയിട്ട് പോകും. ഇപ്പോൾ ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇങ്ങനൊരു പ്രൊഫഷൻ ഉണ്ടെന്നോ ഇങ്ങനൊരു കാര്യം ഉണ്ടെന്നോ പോലും അറിഞ്ഞല്ല ഞാൻ ജീവിച്ചു വന്നത്. എൻ്റെ ഒരു നല്ല പ്രായം, ഏകദേശം എൻ്റെ ഒരു 27-28 വയസ്സോളം ഞാൻ അങ്ങനൊന്നും അല്ല ജീവിച്ചത്. 27 വയസ്സ് വരെ, 26 വയസ്സ് വരെ. അത് കഴിഞ്ഞപ്പോഴാണ് അതിലേക്ക് ഇങ്ങനെ സാഹചര്യം വരികയും ആ വന്ന സാഹചര്യത്തിനെ ഒബ്സർവ് ചെയ്ത് വേറെ ഒരു മനുഷ്യനും പറയുന്ന കേട്ടുകൊണ്ടല്ല, പ്രപഞ്ചവുമായിട്ട് ഇങ്ങനെ കുറച്ച് ബേസിക് ഐഡിയ കിട്ടിയപ്പോൾ ആ ഐഡിയ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ബുക്കും വായിക്കാറില്ല, വായിച്ചിട്ടുമില്ല ഇന്ന് ഈ നാഴിക വരെ. എൻ്റെ ഈ ഞാൻ എന്തൊക്കെ എൻ്റെ ലൈഫിൽ അച്ചീവ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം എൻ്റെ സോളിനോടും എൻ്റെ ബ്രെയിനിനോടും കടപ്പെട്ട, അങ്ങനെ എനിക്ക് പറയാം. പിന്നെ പറഞ്ഞില്ല, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മനുഷ്യന്മാർ എന്നെ സ്നേഹിക്കുന്നവരുണ്ടെന്നല്ലാതെ എടുത്ത തീരുമാനങ്ങളും എല്ലാം എൻ്റെ ഇൻഡ്യൂഷൻ വെച്ച് മാത്രമാണ് ഞാൻ എടുത്തേക്കുന്നത്. പക്ഷെ അതെല്ലാം ശരിയായി പ്ലേസ് ചെയ്തു. പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ ഏതെങ്കിലുമൊക്കെ വീഡിയോ നോക്കുമ്പം ഇങ്ങനെ ബുക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നോ, അപ്പോൾ അത് ഓൾറെഡി കിടപ്പുണ്ടെന്ന്. അപ്പോൾ ഇങ്ങനെ ബുക്കുകളിലുള്ള അല്ല പലരും പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ എനിക്കിത് മനസ്സിലാവുന്നു. കാരണം അത് മനസ്സിലാവുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മുടെ നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലുമൊക്കെ ആക്ടിവിറ്റിയിലൂടെ നമ്മളുടെ ചക്ര ഓപ്പൺ ആവും. അപ്പുറ ചക്ര ഓപ്പൺ ആകുമ്പോൾ നമുക്കത് മനസ്സിലാവും.
അതിപ്പോൾ സാധാരണക്കാർക്കെല്ലാം പറഞ്ഞാൽ ഇപ്പം ഞാൻ ഈ പറയുന്ന പോലും നിങ്ങൾക്ക് കേൾക്കും ബ്ലണ്ടറായിട്ടൊക്കെ തോന്നാം. അതാണ് അവസ്ഥ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, ഇപ്പം നിങ്ങൾ ഫോളോ ചെയ്യുന്ന വ്യക്തി പറയുന്നത് അവരവരുടെ ലൈഫിൽ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പം ഇപ്പം നിങ്ങൾ ഹയർ ഫ്രീക്വൻസി ആണെങ്കിൽ അതൊരു ക്ലോസ് ആണേ. ആ ഹയർ ഫ്രീക്വൻസിയിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആ ഒരു ഫ്രീക്വൻസിയിലേക്ക് എത്തുവാണെങ്കിൽ സമ്പത്ത് എന്ന് പറയുന്ന സാധനം നിങ്ങളിലേക്ക് വരും. അതിപ്പോൾ നിങ്ങൾ എതിലേ വരും എന്നുള്ളതല്ല, നിങ്ങൾ ഫ്രീക്വൻസി ആണെങ്കിൽ വരും. അത് ഇപ്പോൾ ലോജിക്കലി തിങ്ക് ചെയ്താലും വരും, ഇല്ല ലോജിക്കലി തിങ്ക് ചെയ്താലും വരും, പണം വരും. ബിക്കോസ് ആ ഫ്രീക്വൻസിയാണ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു തലത്തിലേക്ക് ഇപ്പം ഞാൻ ചിന്തിക്കുമ്പോൾ, ഓക്കെ, ഇപ്പം എൻ്റെ പർപ്പസ് തന്നെ പറയാം. ഇപ്പം എൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരിലേക്ക് ഇങ്ങനെ ഒരു സംഭവം നമ്മളിട്ട് കൊടുക്കുമ്പോൾ ആ പറയുന്ന എന്താ സംഭവിക്കുന്നത്, ഇപ്പം എന്നിലേക്ക് എത്രയോ ആയിരക്കണക്കിന് ആൾക്കാർ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തു. അപ്പോൾ എന്താ, നമ്മൾ പ്രപഞ്ചത്തിലേക്ക് ഒരു കോൺട്രിബ്യൂഷൻ കൊടുത്തപ്പോൾ അതുമായിട്ട് മാച്ച് ചെയ്യുന്ന ഫ്രീക്വൻസികളെ ഈ പറയുന്ന ഭാവിയിൽ മാറ്റം വരും എന്ന് ഉള്ള സോളുകളെല്ലാം ഞാനുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഞാൻ എന്താണോ അവരുടെ സോൾ അത് എക്സാക്ട്ലി ഞാൻ പറഞ്ഞു കൊടുക്കും. അതിപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും. പിന്നെ പറഞ്ഞില്ലേ, കുറേ ആൾക്കാർക്ക് ആദ്യം പറയുമ്പോൾ മനസ്സിലാകത്തില്ല, പിന്നെ കുറേ വർഷം കഴിയുമ്പോൾ അയ്യോ സാർ ഉദ്ദേശിച്ചതായിരുന്നു, അവർക്ക് അനുഭവം വരും. ഈ അനുഭവം കിട്ടി പഠിക്കുന്നതിന് മുമ്പ് നമ്മളെല്ലാം പറഞ്ഞു കൊടുക്കും, പക്ഷേ അനുഭവം വന്നാലേ ചില പഠിക്കുകയുള്ളൂ. പിന്നെ അവരൊരു 2-3 വർഷം വെറുതെ പോക്കാണ്. ഒരു ലിറ്ററലി ചിന്തിക്കുമ്പം ഒരു 3 കൊല്ലം പോയി, പോട്ടെ ഇനിയിപ്പോൾ ഒന്നും തുടങ്ങാം, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കിത് പറഞ്ഞില്ലേ, നമുക്കിത് അടികിട്ടി നമുക്ക് കാര്യം മനസ്സിലാവുന്നതാണ്. ഒരാൾ പറഞ്ഞു തുടങ്ങുമ്പോഴേ നമുക്ക് കാര്യം മനസ്സിലാവുന്നത്. പക്ഷെ അങ്ങനെയുള്ള ടീച്ചിങ്സോ കാര്യങ്ങളോ ഒന്നും ഇവിടെ കോമൺ അല്ലാത്തതുകൊണ്ട് നമ്മൾ പറയുന്നത് ചിലപ്പം അയിത്തമായി മാറാം. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ സോളുകളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറയുന്ന സബ്ജക്റ്റിൻ്റെ തീവ്രത കൂടിയപ്പോൾ അത് വീണ്ടും ബ്ലോക്കായി. സോ ഈ വീഡിയോയുടെ കണ്ടിന്യൂവേഷൻ വീഡിയോ നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് വീഡിയോ ആയിട്ട് തന്നെ വരുന്നതാണ്. നിങ്ങളിത് കണ്ട് മനസ്സിലാക്കുക. കാരണം പർപ്പസ് ഓഫ് ലൈഫ് സാധാരണ ആൾക്കാരെ എത്ര പേർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവുന്നറിയാം. ഒരുപാട് എനർജീസാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. കാണാൻ കഴിയാത്ത ഒരുപാട് എനർജീസിന് ഇൻഫ്ലുവൻസ് ഉണ്ടാവും. സോ അത് തടയാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വോയിസ് കട്ടായേക്കുന്നത്. ഓക്കെ, നാളെ ഞാനിത് ഓർത്ത് പറയുമോ എന്നുള്ളത് എനിക്കറിയില്ല. ബട്ട് ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞേക്കെന്നുള്ളത് ഒരു ചെറിയ ഐഡിയ എനിക്കുണ്ട്. സോ അടുത്ത വീഡിയോയിൽ ബാക്കി ഞാൻ പറയുന്നതായിരിക്കും. താങ്ക് യു.